ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാനെന്നോ അയ്യോ എന്നെ ചെയ്തതിൻ്റെ ഏട്ടാ കൈയൊക്കെ ഓറഞ്ച് കളറിയിരിക്കുന്നു അല്ലേ. എൻ്റെ കൈ വലിയൊരു ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് കളറായി കയറി പിടിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഗ്ലിസറിനൊക്കെ തേച്ച് കുറച്ച് കുറവുണ്ട്. ഇന്ന് ഹെന്ന ചെയ്തതിൻ്റെ കളർ പിടിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നാ പറയുന്നത്, ഇന്ന് സംഘമുള്ള ദിവസമാണ്. സംഘത്തിൽ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ഇന്നലത്തെ വീഡിയോയുടെ ഒരു ബാക്കി ഇതൊക്കെ പറയാൻ സത്യം പറഞ്ഞാൽ എന്നാന്നറിയോ, ഞാൻ വന്നിട്ട് കയറി വീട്ടിൽ പോകണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇന്നലെ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് വണ്ടിയൊക്കെ നമ്മുടെ ഡിയക്കോട്ടിനെയൊക്കെ അവിടെ അല്ലേ പക്ഷേ ഒരു ഭയങ്കര മഴ. പിന്നെ ഒരു വിധത്തിൽ ഞാൻ മഴയ്ക്ക് മുമ്പ് പെട്ടെന്ന് വണ്ടി കയറ്റി ഇവിടെ വെച്ചിട്ട് പടുതേക്കിട്ട് മൂടി വെച്ചു. അപ്പോൾ ഇന്നിനി പോകുന്നില്ല. അപ്പോൾ സംഘമൊക്കെ ഉണ്ട്, സംഘത്തിലേക്ക് പോവാണ്. സൂസ്മി ചേച്ചി പറഞ്ഞു 4:30 ആകുമ്പോഴത്തേനും ഞാൻ ഇറങ്ങി വരാടി വെച്ചെന്ന് പറഞ്ഞു. അല്ല, അവിടെ വന്ന് വിളിക്കും, വേറെ എന്തോ സൗണ്ട് കേട്ടോ. അപ്പം കുറേ ദിവസമായി സംഘത്തിലെ എല്ലാവരെയും കണ്ടിട്ട്. അപ്പോൾ സംഘത്തിലെ എല്ലാവരെയും വരുന്നവരെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പേസൊക്കെ എടുത്ത് വെച്ച് ഇവിടെ നിൽക്കുകയാണ്. ഇതിനകത്തൊരു കിലുക്ക കോപ്പിക്കായിരിക്കും കേട്ടോ. അതെ കോപ്പിക്കോ ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു നല്ല സന്തോഷമുള്ള വീഡിയോ ആയിരിക്കും. ഇന്നത്തെ വൈകിട്ടത്തെ ഒരു രാത്രിയിലേക്കുള്ള ഒരു നല്ല അടിപൊളി ഫുഡാണ് ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ എന്നാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചേട്ടായി വരുമ്പോഴത്തേനും ഹാപ്പിയായിട്ട് ഉണ്ടാക്കിയൊക്കെ വെക്കാം. ചേട്ടായി ഇഷ്ടമായിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് അയ്യോ ഒരു സാധനം ചേട്ടനോട് മേടിക്കാൻ പറയണം. ലേശം തൈര്, ഒരു ചെറിയ വൈകിട്ട് തൈര് മേടിച്ചു വരാൻ പറയണം. അത് കഴിയുമ്പോഴത്തേനും വന്ന് കഴിയുമ്പോൾ പറഞ്ഞാൽ മതി ബാക്കിയൊക്കെ അല്ലേ. അപ്പം ഇന്ന് ചേട്ടായും കൂടെ ഉള്ള ഹാപ്പി വീഡിയോ ആയിരിക്കും. ചേട്ടനെ കൂടെ ഉൾപ്പെടുത്തിയേക്കാം. ഈ വൈകിട്ട് വരുമ്പോഴത്തേനും ചേട്ടായി വരുമ്പോഴത്തേനും അടുത്ത് കുത്തിയാണ് വരുന്നത്. വന്നു മഴയും കൂടെ ആണെന്ന് പറയാൻ വേണ്ട, വരുന്ന പാടെ കുളിക്കുന്നു, എന്തെങ്കിലും പേരിനൊന്ന് കഴിക്കുന്നു, കയറി കിടക്കുന്നു. ഇതാണ് കേട്ടോ. അതുകൊണ്ടാണ് ചേട്ടനെ ഒത്തിരി ദിവസമായി അല്ലേ വീഡിയോക്കകത്തൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഇഷ്ടമുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നോക്കിയിരിക്കാം. അപ്പോഴത്തേക്കും എന്നിട്ട് നമുക്ക് പറയാം എത്ര നാളായി ചേട്ടനെ എല്ലാവരും കണ്ടിട്ട് എല്ലാവരും ചേട്ടനെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയാം കേട്ടോ. ആ ഭയങ്കര. അപ്പം ഞങ്ങളെ ഫസ്റ്റായിട്ട് കൃപാസന മാതാവിൻ്റെ അടുത്തൊക്കെ വിട്ട ഒരു പൊന്നു മോളുണ്ട്. ആ മോൾ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ പുറത്താണുള്ളത്. അപ്പം കൃപാസനത്തിൽ വെച്ച് ഞങ്ങൾ അവരെല്ലാവരും കാണുകയും നമ്മുടെ ചാനലിൽ നമ്മൾ ഫോട്ടോ ഇടുകയൊക്കെ ചെയ്തതാണ്. 2 ആമക്കളും ഒരു മോളും ഭാര്യയും ഭർത്താവും കൂടെ ആയിരുന്നു അന്ന് കൃപാസനത്തിൽ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം കൊതുകടോ കഥവ് തുറന്നിട്ടോ. ഞാൻ സൂസ്മ ചേച്ചി വിളിച്ചാൽ കേൾക്കുകയല്ലോ എന്ന് ഞാൻ കഥ തുറന്നിട്ടോ. ഒരു ആന കൊതുക് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം കൊതുകൻ്റെ ശത്രുവാണ്. അപ്പോൾ എന്തായാലും ഇന്ന് വിളിച്ചിട്ട് ചോദിക്കാം, എടി സിന്ധുക്കുട്ടി നീ എൻ്റെ പപ്പായ ഇട്ടിട്ട് എവിടെ പോയി കഥ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളെ ഭയങ്കര ജീവനാണ് സിന്ധുക്കുട്ടി എന്നൊക്കെ എന്നെ വിളിക്കുന്നത് കേട്ടോ. എൻ്റെ പപ്പായെ തന്നെ ഇട്ടിട്ട് കറങ്ങാൻ പോയോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പം നമ്മളൊക്കെ ഇച്ചിരി എന്നാ പറയുന്നത്, വീഡിയോയിൽ വ്യൂസ് കുറവും ക്യാഷ് കയറാഴിയും ഒക്കെ ഉണ്ട്. ഡോളറൊക്കെ ഭയങ്കരമായിട്ട് താന്നു പോയി, വ്യൂസും ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. പക്ഷേ ഇങ്ങനെയുള്ള സ്നേഹമുള്ളവരൊക്കെ വിളിക്കുകയും വർത്തമാനങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ സംഘത്തിലെ ലോണും നമ്മൾ എടുത്തേക്കുന്ന പൈസ നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെയാണല്ലോ അടയ്ക്കണം. എനിക്കതൊരു നിർബന്ധ കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ എൻ്റെ സംഘത്തിൽ രണ്ട് സംഘമുണ്ട്. എനിക്ക് 2 സംഘത്തിൽ നിന്നും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് ലോണ് റെഡിയാണ്. കാരണം നമ്മൾ കറക്റ്റായിട്ട് അടയ്ക്കുന്നതുകൊണ്ടാണ്. അപ്പം കണ്ടുപോകുന്നില്ല. ഇപ്പം ഇന്നലെ തുടങ്ങിയല്ല, 10-12 വർഷമായിട്ടല്ല തയ്യലിൻ്റെ വന്ന് തുടങ്ങിയിട്ട് അതിൽ കൂടുതലായെന്ന് തോന്നും. കുടുംബശ്രീയിട്ട് തുടങ്ങിയിട്ടും 10-16 വർഷം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇത്രയും വർഷമായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ടല്ലേ നമുക്ക് തരുന്നത്. അപ്പോൾ അത് മാത്രം പെൻഡിങ്ങായി പോകരുത് എന്നൊരു പ്രാർത്ഥനയുണ്ട് കേട്ടോ. എനിക്ക് വേറെ വരുമാന മാർഗ്ഗം ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ചേട്ടായിട്ട് അതുകൊണ്ട് നമ്മുടെ ഗ്യാസ്, കറണ്ട്, ഫോൺ ചാർജ്, വൈഫൈ, കേബിള്, ഗ്യാസ്, പിന്നെ വീട്ടു ചിലവ് ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേനും അത് അങ്ങനെ അങ്ങ് പോവും. പിന്നെ ഇച്ചിരി മരുന്നും കാര്യങ്ങളും ആകുമ്പോൾ പിന്നെ അതിന് പ്രതീക്ഷിക്കുക വേണ്ട. പിന്നെ എനിക്ക് എന്തെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ലോൺ അടഞ്ഞു പോകത്തുള്ളൂ. 10,000 വേണം 2 സംഘത്തിൽ കൂടെ. അപ്പം നമ്മുടെ ജോലി തന്നെ മുഖ്യം മികില എന്ന് പറഞ്ഞ പോണൊക്കെ നമുക്ക് ഇത് കൊണ്ട് തന്നെ മുമ്പോട്ടേക്ക് പോകാനും പറ്റത്തുള്ളൂ. അല്ല ഞാൻ വേറെ എന്തെങ്കിലും പണി നോക്കണം. അപ്പോൾ ഏതായാലും നോക്കാം, എന്തേരാവും നോക്കാം. ഏതായാലും $100 ഒക്കെ താഴെ പോയിട്ടുണ്ട്. എങ്ങനെയാവും എങ്ങനെയാവുന്നത് അറിയില്ല, നോക്കാം അല്ലേ. ദൈവം കയറിയ തമ്പുരാൻ ഏറെ തരും എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ വലിയ സങ്കടപ്പെടുന്നൊന്നുമില്ല. എന്ത് വന്നാലും സന്തോഷത്തോടെ എനിക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സൂസൻ ചേച്ചി വന്നിട്ടില്ല, അതാ ഞാൻ നിങ്ങളോട് ഇത്രയും നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും കോപ്പിക്ക വേണം, എന്തായാലും ഒരു കോപ്പിക്കയും കഴിച്ചുകൊണ്ട് പോകാം അല്ലേ. കുളിയൊക്കെ കഴിഞ്ഞപ്പം ഒരു ചായ കുടിക്കുന്നതിന് പ്രതീതിയാവും. ഞാൻ ചായ ഒന്നും ഇട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു കോപ്പിക്കൊക്കെ കഴിച്ച് സംഘത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ഡിഷ് എന്നാണെന്നുള്ളത് ആരും മിസ് ചെയ്യാണ്ട് കണ്ടോ കേട്ടോ. അപ്പോൾ നല്ലൊരു ഹാപ്പി വീഡിയോ ആയിരിക്കും. ബൈ.
ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു മുട്ട പുലാവാണ് കേട്ടോ. അതിന് വേണ്ടി മുട്ട ഞാൻ പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്, തൊലി കളഞ്ഞിട്ടില്ല, പുഴുങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ പുതിനയിലയും കുറേ മല്ലിയിലയും എടുത്തിട്ടുണ്ട്, പിന്നെ 2 സവോള എടുത്തിട്ടുണ്ട്, തക്കാളിപ്പഴം 2 ചെറുതെടുത്തിട്ടുണ്ട്, ചെറിയ ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്, ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നട്ട്സ് മുന്തിരി വേണം. അത് രണ്ടും വേണമെങ്കിലും ഇട്ടാൽ മതി, നട്ട്സ് മുന്തിരി, അത് വലിയ നിർബന്ധമൊന്നുമുള്ള കാര്യമല്ല. പിന്നെ ഇതെല്ലാം വേണ്ട സാധനമാണ് കേട്ടോ. ഈ സ്പൈസസുകൾ ഒരു ഇച്ചിരി ചെറുജീരകം, ഒരു 3-4 ഏലയ്ക്ക, ഒരു 4 ഗ്രാമ്പൂ, ഒരു കുഞ്ഞ് 2 കഷ്ണം തക്കോലത്തിൻ്റെ ഇത്, പിന്നെ കറുവപ്പട്ട, അത് സന്തോഷിൻ്റെ ഇവിടുത്തെ കറുവയുടെ ഇതാണ് കേട്ടോ, കറുവാത്തൊലി, പിന്നെ ഒരു ഇച്ചിരി ഉള്ളു പെരുംജീരകം, പിന്നെ നട്ട്സ് മുന്തിരി, ഇത്ര. പിന്നെ നമ്മുടെ ബാസ്മതി റൈസ് തന്നെയാണ് കേട്ടോ, ഞാനത് കഴുകി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്, ആ നെയ്യും കൂടെ ചേർത്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. വേറെ ഫോൺ വിളിക്കുന്ന ചേട്ടൻ വിളിക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ പരിപാടി തുടങ്ങാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ചേട്ടായി വിളിച്ചു കേട്ടോ. എന്തെങ്കിലും വേണോ? ഞാൻ 2-3 സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചു. വേറെ എന്തെങ്കിലും വേണോ? വേറെ എന്തെങ്കിലും വേണോ? അപ്പോൾ ഒന്നും വേണ്ട, വേറെ ഒരു സാധനം വേണ്ട. എന്തായാലും വേണം, ഞാൻ ആലോചിച്ച് നോക്കും. ഞാൻ ഒന്നും വേണ്ട. എന്നാലേ ഇന്ന് വൈകിട്ട് നമുക്ക് പിന്നെ ഇങ്ങനെ ഒരു ചിക്കൻ മേടിക്കാമെന്ന്. വെറുതെ വിളച്ചിന് എന്നെ ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി ഞാൻ ചിക്കനും പൂക്കനും ഒന്നും മേടിക്കണ്ട, ഞാനിവിടെ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് നമ്മൾ തന്നെ എടുത്ത നെയ്യാ കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പം ഡാൽഡായും വെളിച്ചെണ്ണ ഓയിലും ഒന്നും ചേർക്കുന്നില്ല, ഇതിനകത്ത് ഞാൻ ഫുള്ള് നെയ്യാണ് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് നെയ്യൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഒരു 2 ടേബിൾ സ്പൂണിന് മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവ നന്നായിട്ടൊന്ന് ഇതാവട്ടെ, എന്നാ പറയുന്നത്, ഒന്ന് ചൂടാവട്ടെ. അന്നേരം നമ്മുടെ ഈ നട്ട്സും മുന്തിരി നമുക്ക് വറുത്തിങ്ങോട്ട് എടുക്കാവേ. പിന്നെ ഈ വേറെ എണ്ണയൊന്നും ചേർക്കത്തില്ല, ഇത്രയും സാധനം എണ്ണ ചേർക്കത്തുള്ളൂ. അപ്പം ആ എണ്ണയ്ക്കകത്ത് നമുക്ക് നട്ട്സ് മുന്തിരിയും കൂടെ വറുത്തെടുക്കാം. എന്നിട്ട് ഈ നട്ട്സ് ഒന്നും ഇതാകുമ്പോഴത്തേനും നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കുമല്ലോ, മുന്തിരി ഇട്ട് കൊടുത്തു കൊണ്ട് നമുക്ക് അവനെ ഇങ്ങോട്ട് ഫ്രൈ ചെയ്ത് മാറ്റാവേ. റോസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ സ്പൈസസ് എല്ലാം കൂടെയാണ് കേട്ടോ. അവനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഞാനേ നിങ്ങളെ ഒരു സംഭവം കാണിച്ചിട്ടില്ല, അതെല്ലാം ഞാൻ പറഞ്ഞുതരാം, കാണിച്ചു തരാവേ. ഒരു പാത്രത്തിൽ മല്ലിയിലയും പുതിനയിലയും എല്ലാം എടുത്ത് വെച്ചതാണ് കേട്ടോ. നിങ്ങളെ കാണിക്കാതിരുന്ന സാധനം ക്യാരറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. നമുക്ക് തന്നെ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ചേർക്കാം, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാരറ്റേ ഉള്ളൂ. ബീൻസ് അവിടെ മുറ്റത്ത് 2-3 പറിക്കാൻ പറ്റുള്ളൂ, പക്ഷെ മറന്നുപോയി, സന്ധ്യ പറിക്കാൻ മറന്നുപോയി. ഇതും മറന്നുപോയായിരുന്നു ക്യാരറ്റ് ഇപ്പം എടുത്തത്. അപ്പം ഞാൻ ഈ ക്യാരറ്റ് സവോളയും കൂടെ കൂട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ക്യാരറ്റും ഇതെല്ലാം കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുവാണേ. തട്ടിക്കൂട്ട് പുലാവെന്നൊക്കെ പറയാൻ ഞാൻ ഇട്ട പേരാണ് കേട്ടോ. ഒരു എന്നാ പറയുന്നത്, എഗ് റൈസ് എന്നൊക്കെ പറയാം, പക്ഷെ ഞാൻ എഴുതുമ്പോൾ പുലാവെന്നങ്ങ് വിളിക്കും. നമ്മൾ ഇടുന്നല്ലേ മീൻ അല്ല പിന്നെ അല്ലേ. എന്തായാലും ഇച്ചിരി ടേസ്റ്റും വേണം, പിന്നെ കഴിക്കാനൊരു ഇഷ്ടവും തോന്നണം, അത്രേ ഉള്ളൂ. ഇതിൽ ലേശം ഉപ്പുപൊടിയും ഇട്ടുണ്ട്. എന്നിട്ട് തീ കൂട്ടി വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഒന്ന് വാടണം. ഇവരൊന്ന് വാടി കിട്ടാനായിട്ട് ശകലം സമയം എടുക്കും അല്ലേ. ഒന്ന് ചെറുതായിട്ട് വാടി കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി മസാലയൊക്കെ ഇടാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കുന്നത്. ഇവനൊന്ന് വഴന്ന് വരാൻ വേണ്ടി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയോ, ഇവനെ അങ്ങോട്ടൊന്ന് അടച്ചു വെക്കാൻ പോവാണ്. അടച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് വാടി കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് അരിയൊക്കെ ഊറ്റിയെടുക്കാം, നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ തീ കൂട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രത്തിനായതുകൊണ്ട് കരിയത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒരു ലേശം തീ കുറച്ച് വെച്ചോ, കരിയൊന്നും ചെയ്യരുത്. അപ്പം ഞാനൊരു ഇച്ചിരി കുറച്ച് വെച്ചിട്ടുണ്ട്, ഒരു ശകലം. അപ്പോൾ ഈ അരി ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സവോളയൊക്കെ എന്നാന്ന് നോക്കട്ടെ കേട്ടോ. ഇതിനകത്ത് ഇച്ചിരി വിയർപ്പ് വെള്ളം വരും കേട്ടോ.
പച്ചമുളകൊക്കെ ഒന്ന് വാടി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തോട്ട് ഒരു ശകലം പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പച്ചമുളക് ഇടുന്നില്ല. എന്താണെന്നറിയാം, പച്ചമുളകിന് ഭയങ്കര എരിവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചേട്ടായിക്കാണെങ്കിൽ ഒത്തിരി എരിവ് അങ്ങോട്ട് ഇഷ്ടമില്ല. ഇറച്ചിക്കറിക്കാണെങ്കിലും മീൻ കറിക്കാണെങ്കിലും ഒക്കെ ചേട്ടാൻ ഭയങ്കര എരിവ് കഴിക്കുമ്പോഴത്തേനും നെഞ്ചരിച്ചിലും ഒക്കെയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇച്ചിരി എരിവ് കുറച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. നിങ്ങളെല്ലാവരും 2 പച്ചമുളകോ എരിവിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ ഇതിനകത്തോട്ട് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരു ലേശം ഒരു 1/2 ടീസ്പൂൺ ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മീറ്റ് മസാല ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടി ഒരു ശകലം ഒരു ടേസ്റ്റ് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് കണ്ടോ, അത്ര ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇവനെ നന്നായിട്ട് ഒരിച്ചിരി മഞ്ഞപ്പൊടി കൊണ്ട് ഒരു കളറിന് ഇട്ട് ലേശം മഞ്ഞപ്പൊടി കൊണ്ട് പോലെ. ഇതൊക്കെ എൻ്റെ സ്വന്തം മെയ്ഡാട്ടോ. നിങ്ങളിതൊന്നും കണ്ടേ ഇങ്ങനെ ചെയ്യാമായിരുന്നു തോന്നുന്നു വിചാരിക്കുന്നത്. ഇങ്ങനെ ചെയ്യാം. ചിലപ്പോൾ നമുക്ക് എപ്പോഴും ഇത് എന്താ പറയുന്നത്, ഇറച്ചി മീനൊന്നും കാണത്തില്ല. ചിലപ്പോൾ ആണെങ്കിൽ ഈ പറഞ്ഞ പച്ചക്കറി കൂടെ എല്ലാം കാണത്തില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും കഴിക്കാമെന്ന് നമ്മൾ തന്നെ വിചാരിച്ചാൽ നമുക്ക് ഏതൊക്കെ രീതി ഉണ്ടാക്കാം. പിന്നെ അല്ല, നമ്മളല്ലേ പേരിടുന്നത്, നമ്മളല്ലേ കഴിക്കണം. അപ്പം ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ അങ്ങ് ഉണ്ടാക്കുക. അത്ര ഉള്ളൂ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേന് ഞാൻ ഇനി അതിനകത്ത് തക്കാളിപ്പഴം ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണേ. കപ്പികൾ പുറത്തെടുത്ത് വെച്ചേക്കുകയാണ് തക്കാളിപ്പഴം. ഇപ്പോൾ ഇതിനകത്തോട്ട് ഇത് ഈ പുളിയൻ തക്കാളിയാണ് കേട്ടോ, ആപ്പ് തക്കാളിയല്ല, പുളിയൻ തക്കാളിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് നാരങ്ങാനീരും ചേർക്കുന്നില്ല, തൈരും ചേർക്കുന്നില്ല. കാരണം ഈ തക്കാളിപ്പഴത്തിന് അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണ്. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പുളി ഇല്ലാത്ത നല്ല തൈര് 2-3 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഇപ്പം ഞാൻ തൈര് ചേർക്കുന്നില്ല. നമ്മൾക്ക് തന്നെ അല്ലെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അതും ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇതാണ് ചേർക്കുന്നത് കേട്ടോ. തക്കാളിപ്പഴമാണ് ചേർക്കുന്നത്. കണ്ടോ, ഇവിടെ ഇതിന് പുളിയൻ തക്കാളി എന്നാണ്, നിങ്ങൾക്ക് എന്നാ പറയുന്നത് നോക്കില്ല, രസത്തക്കാളി എന്നൊക്കെ പറയുന്നേക്കാം അല്ലേ. ആപ്പിൾ തക്കാളി ഇല്ലായിരുന്നു തോന്നുന്നു. ഇനി അരിയൻ്റെ ഇതൊക്കെ പിന്നെ സാലഡിൻ്റെ എല്ലാം മതി. പരിച്ചിലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് ഇവനെ ഇങ്ങനെ നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി സെറ്റായിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ ഇച്ചിരി നേരം കൂടെ ഈ സമയത്ത് നമുക്ക് കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയില ഇങ്ങനത്തെ വലിയ മല്ലിയിലയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. പിന്നെ മറ്റേ ചെറിയ മല്ലിയില കുറച്ചേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പുതിനയില മല്ലിയിലയാണ് കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ മല്ലിയില ഇത്ര ഉള്ളതിന് മേടിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. ചില സമയത്ത് നമ്മുടെ ഈ സാധനം കാണില്ല. അതിന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ എല്ലാം എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുമോ? അങ്ങനെയില്ല. അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പഠിക്കണം അല്ലേ. പിന്നല്ല സിന്ധുവേ, ഇതാണോ ഒരു കുക്കിംഗ് വീഡിയോ? എല്ലാം നല്ല രീതിയിൽ കാണിച്ചു തരണ്ടേ എല്ലാ സാധനം വെച്ചിട്ടെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഞാനൊന്നുമില്ല. എൻ്റെ വീട്ടിൽ എന്താണ് ഉള്ളത് അത് വെച്ചിട്ടുള്ള സംഭവമൊക്കെ നമ്മൾ ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പം നിലവിൽ ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഇച്ചിരി നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അവനെ തക്കാളി ഒന്ന് വാടി വന്ന് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് അരപ്പൊക്കെ ഒന്ന് സെറ്റാകുന്നുണ്ട്. എന്നിട്ട് ഇച്ചിരി തീ കുറച്ച് വെക്കുവാണേ. 2-3 സെക്കൻഡ് മതി. അപ്പം നമ്മുടെ ഈ മസാലക്കൂട്ടൊക്കെ ഇവിടെ സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തോട്ടൊരു ശകലം ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. കണ്ടോ, ഒരു 2 ടേബിൾ സ്പൂൺ കാണും കേട്ടോ. നമ്മൾ തൈരൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് തൈര് നാരങ്ങാനീരൊക്കെ ഇപ്പം ഞാൻ തൈര് ചേർത്തിട്ടില്ല, നാരങ്ങാനീരും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം കേട്ടോ. മനസ്സിലാകുന്നില്ല എന്നാന്ന് വെച്ചാൽ ഉപ്പ് ചിലപ്പോൾ നമ്മൾ സവോള വഴറ്റുന്ന ഇച്ചിരി ഉപ്പ് കൂടി പോയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പൈസനകത്ത് പിന്നീടാവുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ മുട്ടയും കൂടെ അങ്ങോട്ട് കൊടുക്കാവേ. മുട്ടയും കൂടെ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വേണമെങ്കിൽ മുട്ട വേണം ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ വരഞ്ഞില്ല, വരഞ്ഞാലും നല്ലതാണ്.
എന്നിട്ട് ഞാനൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. എന്നിട്ട് തീ കുറച്ച് വെക്കുവേ. 2-3 മിനിറ്റ് ചെയ്യട്ടെ. അപ്പം നമ്മൾ മുട്ടയൊക്കെ അരപ്പുമായിട്ടൊന്ന് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്നെ ചെയ്യുന്നത് അതിനകത്ത് വെള്ളമയം ഉണ്ടോ എന്ന് നോക്കും. വെള്ളമയം ഒന്നുമില്ല കേട്ടോ. നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച പോണക്കൊക്കെ തന്നെ ഇരിപ്പുണ്ട്. ഇനി ചേട്ടായി കൊടുക്കുമ്പോൾ ചേട്ടായി പറയുന്നത് എന്നാന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇനി ഞാൻ എന്നാ ചെയ്യുന്നറിയോ, ഈ മുട്ടയും കുറച്ച് ഗ്രേവിയും കൂടെ, മുട്ട ഫുള്ളായിട്ട് എടുക്കും. ഞാനിപ്പോൾ 5 മുട്ടയാണ് എടുത്തേക്കുന്നത് കേട്ടോ. 2 ആയിട്ട് എങ്ങനെ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നതെന്ന് ഓർത്താണ് ഞാൻ 5 എടുത്തേക്കുന്നത്. ആ മുട്ടയും ഒരു കുറച്ച് ഗ്രേവിയും കൂടി ഇങ്ങോട്ട് പൊരിയെടുക്കും. ബാക്കി ഒരു കുറച്ച് ഗ്രേവി അതിൽ തന്നെ വെച്ചേക്കും. ഞാൻ പെട്ടെന്ന് ഓർക്കാണ്ടേ തീ ഓഫാക്കി വെച്ചു. അപ്പം ദേ മുട്ടയും സംഭവം കൂടെ സെറ്റാക്കി ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ഒരു കുറച്ച് ഗ്രേവി എണ്ണതുണ്ട് കേട്ടോ. ഇനി എണ്ണ ഒന്ന് വെച്ച് കൊടുക്കണ്ട, ആ ഗ്രേവി തന്നെ ഇങ്ങോട്ട് ഇടുക. എന്നിട്ട് ഈ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസില്ലേ അവനെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ, റൈസ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക, ഒന്ന് റോസ്റ്റ് ആക്കുക. അന്നേരം തീ കൂട്ടി വെച്ചോളാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴിച്ച് കഴിഞ്ഞ് ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നു. ഞാനൊരു ട്യൂബ് വെച്ചിട്ടുണ്ട്, അതേ ഒന്ന് എന്തോ അടിച്ചാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇച്ചിരി സമയം എടുത്ത് ആ അരിയിലെല്ലാത്തിലും നന്നായിട്ടൊന്ന് ചൂട് കയറിയതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചേക്കാണ് കേട്ടോ. ഞാനിപ്പോൾ എടുത്ത് ഏത് പാത്രമാണോ, ഒരു ചിത്രമുള്ളൊരു പാത്രത്തിന് 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആ 2 ഗ്ലാസ് അരിക്ക് ഞാൻ ആ പാത്രത്തിന് തന്നെ 4 പാത്രം വെള്ളമാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് വെള്ളം ഒന്നും കൂടി പോകുന്നില്ല, കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഈ അരിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഈ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാൻ പോവാണേ. നെയ്യ് വേണ്ടായിരുന്നു, പിന്നെ ഒഴിക്കണ്ടായിരുന്നു. ഇനി ഞാൻ ആ കുപ്പിയിലങ്ങ് കഴിയട്ടെ എന്ന് ഓർത്ത് ഒഴിച്ചതാണ് കേട്ടോ. പിന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം എടുത്ത് വെച്ചിരുന്ന വെള്ളം കൂടെ ഇനി തീ കൂട്ടി തന്നെ വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഉപ്പും നോക്കി കൊടുക്കണം. എന്നിട്ട് ഉപ്പ് പോരെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് കൊണ്ട് കൊടുക്കണം. ഉപ്പ് പോരാ, ഇതിപ്പം കറക്റ്റ് ഇതായിട്ട് വെന്ത് നന്നായിട്ട് പറ്റിയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയാലൊക്കെ പ്രശ്നമാകും. അരമണിക്കൂറാണ് അരി ഞാൻ കുതിർത്തേക്കുന്നത് കേട്ടോ. എന്നിട്ടിപ്പം ഒരു കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നല്ലതായിട്ട് തീ അങ്ങനെ തന്നെ വെക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തീ ഒരിച്ചിരി സിമ്മിലെടുത്തുള്ളൂ. ഇപ്പോൾ അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവനെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി ഇച്ചിരി തീയും കുറച്ച് വെക്കാൻ പോവാണേ. വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി പുതിനയിലയും മല്ലിയിലയും കൂടെ വീണ്ടും ഇട്ട് കൊടുക്കാം. നമുക്കുണ്ടല്ലോ എന്നാ പറയുന്നത്, ഈ പുതിനയിലയും മല്ലിയിലയൊക്കെ വൈകി ചെന്നാലും നമുക്ക് നല്ലതാണ്. നമുക്ക് ഉണ്ട് താനും. പിന്നെ ഇപ്പം എന്നത്തിന് കുറയ്ക്കുന്നത്. അപ്പം ഞാൻ ഇച്ചിരി പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കും. ഇനി തീ കുറച്ച് നോക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കേട്ടോ. റൈസ് അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാനൊരു സാലഡ് ഉണ്ടാക്കി കേട്ടോ. ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ തൈരൊക്കെ കൂടുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. തുമ്മൽ ഞങ്ങൾക്ക് 2 ശ്വാസമുട്ടലും ഈ അലർജിയൊക്കെ ഉള്ളതുകൊണ്ട് തൈര് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഈ മഴ സമയത്ത് കൂട്ടാൻ. അപ്പം ഇത് എങ്ങനെ ഈ സാലഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സവോള കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കും. എന്നിട്ട് ക്യാരറ്റും അതേപോലെ കുഞ്ഞായിട്ട്, സവോള വേറെ അരിയും കേട്ടോ. അരിഞ്ഞിട്ട് ഇച്ചിരി നേരം ഉപ്പ് കെട്ടി വെക്കും. ഉപ്പ് കെട്ടി വയ്ക്കുമ്പോഴത്തേനും അത് നല്ല നയനാവും. എന്നിട്ട് അവനെ കൈ വെച്ച് പിഴിഞ്ഞാൽ സവോളയുടെ ജ്യൂസൊക്കെ അങ്ങ് കളഞ്ഞിട്ട് ക്യാരറ്റ് നീളത്തി അരിഞ്ഞെടുക്കും. കുക്കുമ്പർ ഉണ്ടെങ്കിൽ കുക്കുമ്പർ ഇടാം കേട്ടോ. എൻ്റെ കുക്കുമ്പർ ഇടുന്നത് കേട്ടോ ചീഞ്ഞു പോയി, നോക്കാതെ ഇരുന്നിട്ടേ.
അത് ഞാൻ എടുത്ത് കളഞ്ഞു. പിന്നെ ഫ്രിഡ്ജിനകത്താന്ന് പറഞ്ഞാലും കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇതായി പോകും. പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം സവോള കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഉപ്പ് ഇട്ട് തിരുമ്മി വെച്ചിട്ട് ആ വെള്ളം പിഴിഞ്ഞ് അരിഞ്ഞെടുത്തു. ക്യാരറ്റ് നന്നായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തു. പച്ചമുളക് ഇട്ടു. എന്നിട്ട് ലേശം വിനാഗിരിയും കൂടെ ഒഴിച്ചു. ഇങ്ങനെ എന്നാ കറി ഉണ്ടെങ്കിലും എത്ര കൂട്ടം കറി ഉണ്ടെങ്കിലും എനിക്ക് രാജു എന്ന് പറഞ്ഞൊരു അമ്മാവനുണ്ട് കേട്ടോ. അമ്മാവന് എന്നാ കറി ഉണ്ടെങ്കിലും ഇങ്ങനെ എപ്പോഴും ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. സാലഡ് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഇത് പിന്നെ കുഴപ്പമില്ല. പണ്ടെന്നൊക്കെ പറയാൻ നമ്മുടെ കള്ളിനകത്തുനിന്നൊക്കെയല്ലേ എടുക്കുന്നത് ഇത് വിനാഗിരി. അപ്പോൾ വിഷവും വലിയ ചെത്തുന്ന തെങ്ങിൻ്റെയും പനയുടെയൊക്കെ കള്ളിനകത്തായിരുന്നു വിനാഗിരി അങ്ങനെയൊക്കെ വീട്ടിൽ എടുക്കുന്നത്. ഇങ്ങനെ മേടിക്കുന്ന വിനാഗിരി അല്ലായിരുന്നു. അപ്പോൾ അതാകുമ്പോൾ കെമിക്കലും ഇല്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ചേട്ടായിക്ക് സാലഡ് കൂടെ ഉണ്ടാക്കിച്ചു. ഇനി നമ്മുടെ അരി എന്തായി, ചോറായോ, ഏത് പരുവായി എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഏകദേശമൊക്കെ ഒന്നായെന്ന് തോന്നുന്നു. ഏകദേശമൊക്കെ ഒന്നായി കേട്ടോ. ചെറുതായിട്ടൊരു വെള്ളമയമുണ്ട്, അവനെ കൊണ്ടൊന്ന് പറ്റില്ല. വെന്തോന്ന് നോക്കട്ടെ. ഓഹോ സെറ്റ്. അതിനൊന്നും ഉപ്പറിയാൻ പറ്റുന്നില്ല. ഉപ്പും വിനാഗിരിയല്ലേ ഇച്ചിരി കുറവാണോ? എന്തായാലും റൈസൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ എണ്ണ ചെയ്ത് തരാം. നമ്മുടെ ഈ നട്ട്സും മുന്തിരിയും ഒരു കുറച്ചങ്ങ് കൊടുക്കും. അതുകൊണ്ട് തന്നെ മല്ലിയിലും പതിനെല്ലാം നമ്മൾ ഇട്ടതാണ്. നട്ട്സും മുന്തിരി ഇട്ടിട്ട് ഒന്നും ഇളക്കി സെറ്റാകുവേ. പൂച്ചയൊക്കെയാന്ന് തോന്നുന്നത്. പൂച്ചയും പന്നിയലിയും ഒന്നും പറയണ്ട. ഭയങ്കര ശല്യമാണ് പൂച്ചേനെ കൊണ്ടും പന്നിയലിയെ കൊണ്ടും. എന്നിട്ട് ഇവനെ ഒന്നിട്ട് ഇതെല്ലാം ഒന്നിട്ട് നട്ട്സും മുന്തിരിയും ഒന്നിട്ട് ഇളക്കിയിട്ട് സെറ്റാക്കി ഇങ്ങനെ അങ്ങോട്ട് വെക്കും. എന്നിട്ട് നമ്മുടെ ഈ നമ്മൾ റെഡിയാക്കി വെച്ച മുട്ടയില്ലേ അവനെ അങ്ങോട്ട് കൊടുക്കും. ആദ്യം വേണമെങ്കിൽ ഗ്രേവി ഉണ്ടെങ്കിൽ ഗ്രേവി നമുക്ക് അങ്ങ് അടി ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാം. അതാകുമ്പോൾ അതിൻ്റെ ആ ഇതെല്ലാം അങ്ങോട്ട് ഇറങ്ങിയിട്ട് കൊടുക്കും. ഒരു ദമ്മ് കൊടുക്കുന്നൊക്കെ പറയാം. കാണുമ്പോൾ ഒരു ലുക്കൊക്കെ വരട്ടെ അല്ലേ? തിന്നുമ്പോൾ ലുക്കുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും കൊടുത്ത് നോക്കാം. നെയ്യും കൂടെ വെച്ചു. അതുകൊണ്ട് തന്നെ പിന്നെയും കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് പറയാം. അപ്പോൾ ഒരു 2-3 സെക്കൻഡ് കൂടെ ഞാൻ ഇവനെ ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫാക്കാം. ഇപ്പോൾ ഒരു ഇച്ചിരി നേരം കൂടെ ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് കൂടെ ഇതായിക്കോട്ടെ. എന്നതിന് അടിയിലല്ലേ. എന്നാൽ പിന്നെ നമ്മുടെ എഗ് പുലാവ് ഒന്ന് കണ്ടാലോ? എങ്ങനെയുണ്ട്? കണ്ടിട്ട് ഒരു ലുക്കൊക്കെ തോന്നുന്നുണ്ടോ? അതോ? അപ്പോൾ എന്തായാലും സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കാം. ഞാൻ ചേട്ടായിക്ക് കൊടുത്തിട്ട് ചേട്ടായുടെ എക്സ്പ്രഷനും കൂടെ എടുത്തേക്കാം കേട്ടോ. അപ്പോൾ ചേട്ടായി കുറേ ദിവസമായി ചേട്ടാനെ എല്ലാവരും കണ്ടിട്ട്. മൊട്ടത്തലയൊക്കെ തിളങ്ങുന്നു. ലൈറ്റിൻ്റെ. ഹായ് എല്ലാവർക്കും നമസ്കാരം. അതെ, എന്നാണ്ട് വിശേഷമൊക്കെ? പക്ഷെ ഭയങ്കര ഒരു വിഷമകരമായ ഒരു ഇതിലൂടെ കടന്നു പോകുന്നത് നമ്മുടെ അർജുൻ്റെ അല്ലേ? അയ്യോ, അതിൻ്റെ അമ്മ പറയുന്നത് കേട്ടോ. ഞാൻ ഇത്രയും ദിവസം അത് വീഡിയോയ്ക്ക് അത് പറയാത്ത എന്നറിയോ? ഞാൻ മനസ്സിലുണ്ട് വരുവേ, പക്ഷെ ഞാൻ പെട്ടെന്ന് എൻ്റെ ദൈവമേ, എൻ്റെ ഈശ്വര. അതിൻ്റെ അമ്മ പറയുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ മോനും അവൻ്റെ ഭാര്യയും ഞങ്ങളുടെ മൂന്നിൻ്റെ ഒറ്റ മനസ്സായിരുന്നു. അവനവിടെ വേദനിക്കുന്ന അറിയാം. ഇനി അവനെ അങ്ങനെ ജീവനോടെ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ സങ്കടം വരും. ഓ അതെ, എൻ്റെ ദൈവമേ. വേറെ ഒരു ഉദ്യോഗസ്ഥൻ വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ട്. വീട്ടിൽ പോയിട്ട് എന്ന് പറയുന്നത് കേട്ട്. വീട്ടിൽ പോയിട്ടാണെങ്കിൽ സന്തോഷം ആ വാർത്ത തന്നെ വെച്ചോണ്ടിരിക്കുക. TV ഓഫ് ആക്കിയിട്ടില്ല, അതുകൊണ്ട് അവരുടെ ആരുടെ ഒന്നും എടുക്കാൻ പോലും പറ്റിയില്ല വീഡിയോ. അതെ അതെ, അയ്യോ സത്യം ഉണ്ട് ദൈവമേ. അതുപോലെ തന്നെ മറ്റേ ഒരു 16 വയസ്സുള്ള കൊച്ചിന് ഇപ്പൊ ബാധിച്ച് മരിച്ചേക്കുന്നത്. എല്ലാം കൊണ്ടും ഒരു സങ്കടം. 30 വയസ്സുള്ളൂ, 10-15 വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. എൻ്റെ ഈശ്വരോ, ചെറിയ പയ്യനാ, കുഞ്ഞു പയ്യനാ. ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ഭാര്യയുടെ ഒക്കെ അവസ്ഥയാണ്.
അല്ല ഇത് ഇടിഞ്ഞു വീഴുമെന്ന് അറിയത്തില്ല ചേട്ടായി. എൻ്റെ ദൈവം. ആ പെരുന്നാന്നല്ല ഇന്ന് ഞാൻ ഓർക്കുമായിരുന്നേ നമ്മുടെ ഈ ചപ്പാത്തിന്റെ പ്രാലടി എൻ്റെ അമ്മയെ ആറ്റിലോ കിടക്കത്തുള്ളൂ. അല്ല അത് അങ്ങനെ ഒരു സ്ഥലമാണ് ചപ്പാത്ത് പെരുവന്താനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആറ്റിലേ കിടക്കത്തുള്ളൂ, അളവിൽ തോട്ടിലേ കിടക്കത്തുള്ളൂ. പെരുവന്താനത്തൊക്കെ ഇങ്ങനെ ഒരു കട കിട്ടുമല്ലോ, അപ്പൊ ഈ രാത്രി വണ്ടി കുടിച്ച് വന്ന് കിടക്കുന്നതല്ലേ. അതെ 60 ടൺ ഭാരം ഉണ്ടായിരുന്നു വണ്ടിക്ക്. ഞാൻ പറയാനുണ്ട് ദൈവമേ, ഏതായാലും പുള്ളിയെ കിട്ടിയ രക്ഷപ്പെട്ട. ദൈവമേ അങ്ങനെയൊന്നും ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, പക്ഷേ തമ്പുരാൻ്റെ കയ്യില്ല. ഇന്ന് എന്നാ പറയാനും കുറെ കാലം ആയിട്ട് ഇങ്ങനെ ഒരു ബിരിയാണി കഴിച്ചിട്ട് എഗ് ബിരിയാണി എന്നും നമ്മൾ എന്തെങ്കിലും വേറെ കറിയും കിരിയൊക്കെയല്ലേ. അപ്പം ഞാൻ ഓർത്താന്ന് ചുമ്മാ ഒന്നും ഉണ്ടാക്കി വെക്കാം. എങ്ങനെയുണ്ട് അത് ചോദിച്ചില്ല. കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും കുഴപ്പമാണെന്ന് ഓർക്കുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പാളിപ്പോയ ബിരിയാണിയാണോ? നമ്മള് ചിക്കനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ചേട്ടായി ചിക്കൻ ബിരിയാണി ഒട്ടും ഇഷ്ടമില്ല. പിന്നെ എന്താ ചെയ്യാനാ, അതിൻ്റെ കൂടെ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളായിരുന്നു. ശരിക്കും നമ്മുടെ ഞാൻ പറഞ്ഞില്ലെന്നുള്ളൂ കേട്ടോ. ഞാനിവിടെ മനസ്സൂരി ഞാനും ചേട്ടായി എന്നും ആ ചെറുക്കൻ കൊച്ചിൻ്റെ അർജുൻ്റെ കാര്യം പറയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. ഇന്ന് 7ാമത്തെ ദിവസമാണ്. ഓരോ ദിവസവും തള്ളിവിടുമ്പോഴും മനസ്സിലുണ്ട് കേട്ടോ. കിടക്കാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടും ഫോണിനകത്ത് കാണുമ്പോഴും ഒക്കെ. അപ്പം നമ്മുടെ ഫാമിലിയിലുള്ളവരെല്ലാവരും എല്ലാവരും ലോകത്തുള്ളവരെല്ലാവരും, പക്ഷേ കർണാടകയിൽ നിന്ന് അവർ 2 പേര് പോയിട്ടുണ്ട്. അവരെ പറ്റി നമ്മുടെ ചാനലുകാരാണ് അവരെ അറിയിക്കുന്നത്. അതെ അവിടെ അങ്ങനെ ന്യൂസൊന്നുമില്ല. എങ്കിലും നമ്മുടെ ഈ ചെറുക്കന് വേണ്ടി ഒരുപാട് നമ്മുടെ സർക്കാർ ചെയ്യുന്നുണ്ട്. അതെ എൻ്റെ ദൈവമേ, നല്ലൊരു വാർത്ത കേൾക്കാൻ വേണ്ടി നമ്മുടെ ഫാമിലിയുള്ളവരെല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. എൻ്റെ ദൈവമേ, ആ കുടുംബത്തിന് സമാധാനവും ശാന്തിയും. നമ്മളൊക്കെ സമാധാനത്തോടെ ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു, കുളിക്കുന്നു, എല്ലാം ചെയ്യുന്നു അല്ലേ ഒരു പരിധി വരെ. തമ്പുരാൻ എപ്പോഴും നമ്മളെ കാത്തു പരിപാലിക്കുന്നതിന് എന്നും ദൈവത്തോട് നന്ദി പറയുക. അതൊക്കെ എനിക്ക് പറയാനുള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ചേട്ടായിക്ക് സങ്കടമാണ് അർജുൻ്റെ കാര്യം പറയുമ്പോഴത്തേനും 2 പേരുടെ മനസ്സിനൊരു വിഷമം. നമുക്ക് വലിയ ഹാപ്പി വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷേ അറിയാണ്ട് ഓർത്ത് പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിലോ അവലോടൊന്നും ഒന്ന് ഇടിച്ചു പിടിച്ചില്ല കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.